വിമാന ദുരന്തമുണ്ടായാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളിലൊന്നാണ് ബ്ലാക്ക് ബോക്സ് എന്നത്. ഒരു വിമാന അപകടം ഉണ്ടായാൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ്. എന്താണ് ഈ ബ്ലാക്ക് ബോക്സ് എന്നും എന്തൊക്കെ വിവരങ്ങളാണ് ഇത് ശേഖരിക്കുന്നത് എന്നും നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബ്ലാക്ക് ബോക്സ് എന്നാണ് പേര് എങ്കിലും ഓറഞ്ച് നിറമാണ് ബ്ലാക്ക് ബോക്സിന്. പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് ബ്ലാക്ക് ബോക്സിന് ഉണ്ടാവുക. റെക്കോർഡിംഗ് സംവിധാനമായ CVR, അതായത് കോക്പിറ്റ് വോയിസ് റെക്കോർഡറും FDR, അതായത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും. അതിൽ ആദ്യത്തെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്താണെന്ന് നോക്കാം. എന്താണ് ആ സംവിധാനം എന്ന് പരിശോധിച്ചാൽ, കോക്പിറ്റിലെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങൾ ഇവയെല്ലാം രേഖപ്പെടുത്തുന്നത് ഈ CVRലായിരിക്കും. പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, ഒപ്പം ഈ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് നൽകുന്ന സന്ദേശം, ATCയിൽ നിന്നും തിരികെയുള്ള സന്ദേശങ്ങൾ, ഒപ്പം തന്നെ ഈ കോക്പിറ്റിലെ യന്ത്രഭാഗങ്ങളുടെയൊക്കെ ശബ്ദം, ഇവയെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിലായിരിക്കും. അവസാനത്തെ 30 മിനിറ്റ് നേരത്തെ ശബ്ദം വരെ ഇത് കണ്ടെത്താനാകും എന്നുള്ളതാണ് പ്രത്യേകത. രണ്ടാമത്തേത് FDR അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറാണ്. അതായത് ഈ സാങ്കേതിക വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നത് ഈ FDRലായിരിക്കും. അതായത് വിമാനത്തിന്റെ വേഗം, ഉയരം, അതിന്റെ ചരിവ് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തുന്ന ഇതിലായിരിക്കും. ഏകദേശം ഒരു 80-ലധികം വ്യത്യസ്ത തരം വിവരങ്ങൾ ഇതിൽ രേഖപ്പെടുത്താനാകും. ഇതിന്റെ പ്രത്യേകത 2 മണിക്കൂറോളം നേരം ഈ വിവരങ്ങളൊക്കെ സൂക്ഷിക്കാനാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ യന്ത്രത്തകരാറാണോ അതോ പൈലറ്റുമാരുടെ ഏതെങ്കിലും തരത്തിലുള്ള പിഴവാണോ ഈ അപകടത്തിന് കാരണം എന്ന് കണ്ടെത്തുന്നത് ഈ FDRൽ നിന്നുള്ള വിവരങ്ങളിലൂടെയായിരിക്കും. വിമാനത്തിന് മുന്നിലും പിന്നിലുമായിട്ട് 2 ബ്ലാക്ക് ബോക്സുകളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. അതോടൊപ്പം ഏത് തരത്തിലുള്ള ആഘാതം സംഭവിച്ചാലും, ഏത് ശക്തമായ ആഘാതമേറ്റാലും വിവരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ പാകത്തിനായിരിക്കും ഈ ബ്ലാക്ക് ബോക്സിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. സ്റ്റീൽ അല്ലെങ്കിൽ ടൈറ്റാനിയം മെറ്റൽ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അതായത് ഈ തീ പിടിച്ചാലോ വെള്ളത്തിൽ വീണാലോ ഒക്കെ ഇത് നശിക്കില്ല എന്നുള്ളതാണ്. വെള്ളത്തിലാണ് വീഴുന്നത് എങ്കിൽ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്നും തരംഗങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നതായിരിക്കും. ആ രീതിയിലാണ് ഈ സംവിധാനം പോകുന്നത്. ഇപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് മാത്രമല്ല, ബ്ലാക്ക് ബോക്സിന് പുറമെയുള്ള മറ്റൊരു സംവിധാനം കൂടിയുണ്ട്. അത് വിമാനത്തിലെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറാണ്. അതായത് നമ്മുടെ CCTV പോലെയുള്ള സംവിധാനമാണ്. വിമാനത്തിനുള്ളിലെ ആ ദൃശ്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഇതിലായിരിക്കും. ഈ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ ഡീകോഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വിശകലനം ചെയ്യാൻ ഏകദേശം 10 മുതൽ 15 ദിവസം വരെ എടുക്കും. എന്തായാലും ഇപ്പോൾ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഡീകോഡ് ചെയ്യുന്ന നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. ഈ ഡീകോഡ് ചെയ്യുന്നതിന് ഒടുവിൽ എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം അത് നമുക്ക് മുന്നിലേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.